ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാൻ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഓൾറെഡി മച്ചാൻ നമ്മളിപ്പോൾ റിയൽ സെഞ്ചു പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് രാവിലെയും രാത്രിയൊക്കെ ആയിട്ട് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് ഓൾറെഡി നിങ്ങൾ ഇപ്പോൾ വന്ന പുതിയ പാക്ക് ഏതെങ്കിലും കറക്കിലുള്ളവർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ട്രഷർ ലിങ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര കോയിൻ ഉണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ അപ്പം നമ്മൾ ഇന്ന് ഓൾറെഡി ചെയ്യാൻ പോകണം. നമ്മുടെ പോർട്ട് പേര് നമുക്ക് നിക്കോ വില്യംസിനെ കിട്ടിയത്. അപ്പോൾ ഓൾറെഡി യമാലിൻ്റെ ഇംപ്രഷനും അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോണിൻ്റെ കയ്യിൽ ഫുൾ FTP സ്കോഡാണ് ഗൈസ്. ഏകദേശം 4 പാക്ക് അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മൾ ചെയ്യുക. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഹസാർഡിൻ്റെ റിവ്യൂ ഇട്ട് നമ്മൾ വീഡിയോ വെച്ചതാണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്തതാണ്. പിന്നെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ വെച്ചവർ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലിട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഓപ്പോണൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം നമ്മുടെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ കസ്റ്റം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ ഫ്രീ ട്രൈ തന്നെ കസ്റ്റം ചെയ്തിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം നിലവിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഓപ്പോണൻറ്റ് നോക്കുകയാണെങ്കിൽ ഗൈസ് നെയ്മർ ഉണ്ട്, ഡെഷാംസ് ആണ്, ടോറസ് ഉണ്ട്. ഇനിയിപ്പോൾ ടോറസിൻ്റെ പുതിയ പാക്കൊക്കെ വരണം. പിന്നെ LB ഉണ്ട്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ അടുത്ത് സബ്സ്ക്രൈബറല്ല ഓപ്പോൻ്റെ കയ്യിൽ അത്യാവശ്യം ഗാഡിയോളയും ഡൊണാരുമോ, ക്യാൻഡെ, യമാല്, പിന്നെ നമ്മുടെ വാനുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി എന്താ വെച്ചാൽ ഈ ഒരു CF ആയാലും പിന്നെ നമ്മുടെ LB ആയാലും അത്യാവശ്യം നല്ലൊരു CF അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉള്ളൊരു പ്ലെയർ തന്നെയാണ് നമ്മുടെ വാൻ്റെ. അപ്പോൾ എന്തായാലും നിങ്ങളാരും എടുത്തവരുണ്ടെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഓൾറെഡി മോറിൻഹോൻ്റെ ഒക്കെ ഒരു കൊല്ലം ഉള്ളതുകൊണ്ട് ഗൈസ് എന്തായാലും നെർഫാക്കാനുള്ള ചാൻസ് ഇല്ല. കുറച്ച് പേരൊക്കെ പറഞ്ഞായിരുന്നു കോസ്റ്റേട്ടൊക്കെ നെർഫായിന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയവരുണ്ടെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓൾറെഡി ഇത് ഞാൻ കസ്റ്റം ചെയ്യാത്തൊരു സ്റ്റേഡിയമാണ് 3-ലുള്ള നമ്മുടെ സ്റ്റേഡിയമാണ്. അപ്പോൾ എന്തായാലും ഇനി അതൊന്ന് കസ്റ്റം ചെയ്ത് നോക്കാം. കാരണം ഓൾറെഡി എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റേഡിയം കൂടെ നമ്മുടെ ഈ ഒരു ഡിവിഷൻ മാച്ച് കളിക്കുമ്പോൾ വരുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഗൈസ് നിങ്ങൾ ഡിവിഷൻ 3 എത്തിയിലാണ് നിങ്ങൾക്ക് ഇസ്കോനെ കിട്ടുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഡിവിഷൻ മാച്ചൊക്കെ എത്രയാണെന്ന് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഓൾറെഡി ഇനിയിപ്പം 6 വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ എത്ര കോയിനായിന്ന് പറയുക. ഓക്കെ, അപ്പോൾ ടോറസ് ടു ഗ്രീസ്മാൻ. അപ്പോൾ ഗൈസ് ഓൾറെഡി ഇപ്പം നിലവിലെന്താ വെച്ചാൽ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഫോർമേഷൻ കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിക്കുള്ള മിസ്പാസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഡിഫൻസ് നല്ല രീതിക്ക് ഇപ്പോൾ ഷോക്കായി ഇപ്പോൾ ഒന്ന് സെറ്റായി വരുന്നുള്ളൂ. ബെക്കംബർ ടു സാബി ടു ബെലിംഗം ടു ബാക്ക്. ഓക്കെ, കഫു, മെസ്സി, പിന്നെ ബെലിംഗം ഗൈസ്. അപ്പോൾ ഓൾറെഡി ഡിവിഷൻ നമ്മുടെ 3 തൊട്ട് ബാക്കി 10 ലക്ഷം അതിൻ്റെ ഉള്ളിൽ വരുന്നവർക്കാണ് ഇസ്കോനെ കിട്ടുകയെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം എല്ലാവരും ആ ഒരു ഡിവിഷൻ 3ലേക്ക് എത്താൻ നോക്കുക ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ബെല്ലിംഗം ഇത് അടിച്ച് ഞാൻ കയറും. ഓക്കെ, ഒരു ത്രൂപ്പാസ് കേട്ടോ, അത് അടിച്ചാൽ മതിയായിരുന്നു. നമ്മുടെ ബെല്ലറ്റിലേക്ക് പോയി കോസ്റ്റേട്ടാ. ഓക്കെ, കിട്ടിയില്ല. ബെക്കംബർ ഗൈസ്. ഓൾറെഡി നിങ്ങൾ കസ്റ്റം സ്റ്റേഡിയൊക്കെ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഇതൊക്കെ മേടിച്ചോന്ന് കമൻറ്റ് ചെയ്യുക. കുറേ ഗോട്ടിൻ്റെ ഒക്കെ സംഭവമില്ലേ 100 രൂപ കോയിൻ കൊടുത്തിട്ട് അതൊക്കെ എടുത്തിട്ടുണ്ട്. ആരെങ്കിലും കമൻറ്റ് ചെയ്യുക ഗൈസ്. ടോറസ് സ്ലൈഡ് ചെയ്ത് വെച്ചു. പക്ഷേ അവർ ഓൾറെഡി ഈ ഒരു അപ്ഡേറ്റിൽ നല്ല രീതിക്ക് ടാക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ടാക്കിൾ ചെയ്തിട്ട് നിങ്ങളുടെ ഏതെങ്കിലും പ്ലേയേഴ്സിന് റെഡ് കാർഡോ യെല്ലോ കാർഡോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ലിങ്ക് പ്ലേ ആയിട്ട് നിങ്ങൾ തുടർന്ന് പോകുന്നൊരു കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി നമ്മുടെ ലോങ് ബോൾ കൗണ്ടർ ആയതുകൊണ്ട് ലിങ്ക് പ്ലേ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ അമോറിമായാലും പിന്നെ മോറിൻഹോ ആയാലും ഇപ്രാവശ്യം വന്ന മോറിൻഹോ ആയാലും ആ ഒരു ചാൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ടോറസ് അടിച്ചു. ഇതാണ് ഗൈസ്. കാരണം എങ്ങനെയാണെന്ന് അറിയാം മച്ചാൽ നിലവിൽ നമ്മൾ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ 90 മിനിറ്റ് വരെ ആകുമ്പോഴത്തേനും നമ്മൾ ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കും. അപ്പത്തേനും ഓപ്പോണൻ്റ് ഒന്ന് അടിക്കും. ഇതൊക്കെയാണ് പ്രശ്നം. പിന്നെ ഫുൾ പോസ്റ്റ് തട്ടൽ, ഇതൊക്കെ ഇപ്പോഴത്തെ മൊത്തം പ്രശ്നങ്ങൾ ഇതായി. അപ്പം മറഡോണ ടു സുവാരസ്. കഴിഞ്ഞ ദിവസം ഞാൻ സുവാരസിനെ കൊണ്ട് ഒരു 3-4 ഷോട്ട് അടിച്ചു. അതും ഓപ്പോണൻ്റ് ജയിച്ചു. അതും എല്ലാം നമ്മുടെ പോസ്റ്റ് പോയി തട്ടി ഗൈസ്. അപ്പം നെയ്മറുടെ അടുത്ത പ്രശ്നം ഇത് വേറെ പിടി. ഓക്കെ, നെയ്മർ വീണു ഗൈസ്. അവിടെ വലിയ ഫൗളും കാര്യങ്ങളൊന്നും വന്നില്ല. ഓക്കെ, ഹാളൻഡ് ഹസാഡ്, ബെലിംഗം അവൻ്റെ കാല് തട്ടിപ്പോയി. മെസ്സി, ബെലിംഗം ടു വീണ്ടും മെസ്സിയിലേക്ക് ഒരു പാസ്. മെസ്സി ടു കഫു. ഓക്കെ, കിട്ടിയില്ലടാ ഗാഡിയോടെ ഗൈസ്. ഓൾറെഡി നമ്മുടെ ഈ ഒരു ഓപ്പോണൻറ്റ് ആ ഒരു പാക്ക് ഉണ്ടല്ലോ, നമ്മുടെ 50 കോയിൻ്റെ പാക്കും 150 കോയിൻ്റെ പാക്കും എടുത്തിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ അല്ല, ഓപ്പോണൻ്റാണ് നമ്മുടെ. ഞാൻ നോക്കിയപ്പോൾ വില്ലയുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെയും ഗൈസ് എല്ലാം എടുത്തവരോ അല്ലെങ്കിൽ മോറിൻഹോ എടുത്തവരൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എടാ നല്ലൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, ഒലിവർ ഖാൻ ഗൈസ്. ഓൾറെഡി നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞല്ലോ കസ്റ്റം ചെയ്തുകൊണ്ട് നമ്മുടെ ഒലിവർ ഖാനാണ് നമ്മുടെ ഗോളി. ഇനിയിപ്പോൾ ആ പഴയ ഇതിലേക്ക് എത്തണം. എനിക്ക് തോന്നുന്നു നമ്മൾ ആ ടീമെല്ലാം കൂടെ മാറ്റിയിട്ടാണ് തോന്നുന്നു കേട്ടോ. നമ്മുടെ ടീം മൊത്തത്തിലൊന്ന് പോയിട്ടുണ്ട്. അതിന് മൊത്തം ഒന്ന് ഫുള്ള് സെറ്റ് ചെയ്ത് വെക്കണം, റീബിൽഡ് ചെയ്യേണ്ടി വരും. അതെന്താ വെച്ചാൽ ആ ഇടയ്ക്ക് ഞാൻ വെച്ച് മാനേജർ മാറ്റിയല്ലോ, അതിന് ശേഷമാണ് കളി നല്ല രീതിക്ക് പോയി തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിഫൻസും ഗ്രാഫിക്സും പ്രശ്നമായപ്പോൾ അത് നല്ല രീതിക്ക് ബാധിച്ചു. അത് എങ്ങനെ അടിച്ചു വിട്ടേ ഗൈസ്. സൈഡിൽ കൂടെ ആട്ടോ പോയത്. എന്തായാലും മറഡോണ അടിച്ചത് നമ്മുടെ ഓപ്പോണിൻ്റെ കയ്യിൽ, നമ്മുടെ കയ്യിൽ മറഡോണ ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റൗളിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഫസ്റ്റ് തന്നെ റൗളിനെ കിട്ടിയത് എന്തായാലും പൊളിച്ചു ഗൈസ്. ഞാൻ ഓൾറെഡി വിചാരിക്കുന്നു ഇനി കൂട്ടി വെച്ചിട്ടങ്ങ് കറക്കിയാലോന്നുണ്ട്. എന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആരെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈ ഫസ്റ്റ് ട്രയൽ കിട്ടിയിട്ടില്ല.
ഓസ്ട്രേലിയ എനിക്ക് വേറെ ഏതൊരു പ്ലെയറിനെ കിട്ടിയത്. അപ്പം നിങ്ങൾ ആരെങ്കിലും കിട്ടിയവരുടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബെലിംഗം ടു എടാ കിട്ടിയില്ലടാ ഗ്രീസ്മാൻ ഗൈസ്. അപ്പം നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സുവാരസ് ടു ഹസാർഡിലേക്ക് എടാ കിട്ടിയില്ലടാ ഗൈസ്. ഇത് നെറ്റ് പോകുന്നുണ്ടോ മച്ചവരുടെ അനങ്ങുന്നില്ല സാധനം. ഓക്കെ കിട്ടിയിട്ടുണ്ട് ഹസാർഡ്. ഓക്കെ എടാ അത് ഇച്ചിരി പവറിലടിച്ചാൽ മതിയായിരുന്നു ഗൈസ്. ഹസാർഡിനെ കൊണ്ട് ഇച്ചിരി പവറിലടിച്ചാൽ മതിയായിരുന്നു ഗൈസ്. ഒന്നാമത് ഈ മാച്ചപ്പ് ഇല്ലേ, മാച്ചപ്പ് കിട്ടാത്തതുകൊണ്ട് അതും ഒരു പ്രശ്നമായി. ഇനി അതൊന്നും സെറ്റായി വരണം. കാരണം ഈ ഗ്രാഫിക്സ് കൂടിയപ്പോൾ ഗെയിം പ്ലേ ലേശം താഴ്പോയി. പക്ഷേ ഗൈസ് കുറേ പേർക്ക് അത് പ്രശ്നം കിട്ടും. എനിക്ക് ചില മാച്ചിലൊന്നും കുഴപ്പമില്ല, ചില മാച്ചിലാണ് പ്രശ്നം. അതൊന്നും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗൈസ്. അപ്പം കോർണറും ഫ്രീക്കും കുഴപ്പമില്ല കേട്ടോ, അതിപ്പോൾ സെറ്റായി. പണ്ടാ വരയ്ക്കുന്നതായിരുന്നു, ഇപ്രാവശ്യം കൺട്രോൾ ടൈപ്പാണ്, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ എടാ കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും മറഡോണ അടിച്ചു, സെൽഫ് കോളാന്ന് എനിക്ക് തോന്നുന്നത് സൈഡിൽ കൂടെ ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എത്ര പേര് ഏത് പാക്കിനെ വെയിറ്റ് ചെയ്യുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മുടെ R9 ആണോ റൊണാൾഡോ ആണോ അല്ലെങ്കിൽ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഇബ്രാഹിമോവിച്ചൊക്കെ വരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ സെക്കൻഡ് ഹാഫ് ആയി സുവാരസ് ടു ബെക്കംബർ ഗൈസ്. ഓൾറെഡി എനിക്കൊരു ഇബ്രാഹിമോവിച്ച് ഉള്ളതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇബ്രാഹിമോവിച്ചിൻ്റെ കാർഡ് കാക്കാൻ ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി എൻ്റെ അടുത്തൊരു കാർഡ് ഉണ്ട്, പഴയ ഒരു കാർഡ്. അപ്പോൾ പ്ലെയർ എക്സ്ചേഞ്ച് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് സെറ്റ് ആക്കട്ടെ ഗൈസ്. കാരണം എൻ്റെ അടുത്ത് കുറേ അങ്ങനത്തെ കാർഡുകളൊന്നും ഒരേ ടൈപ്പ് കാർഡുകളൊക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പം എടാ ഇത് പണിയാവില്ലേ. ഓക്കെ എടുത്തു. പിന്നെ പറയുകയാണെങ്കിൽ ഗൈസ് നമുക്ക് ഹാളൻഡും ഒക്കെ പാക്ക് വന്നവർ എടുത്തവരുണ്ടായി ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ E2 കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ സെറ്റ് ആക്കട്ടെ. ഞാൻ ഓൾറെഡി എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചാനലിൽ എന്താ പറയുക അടുപ്പിച്ച് ലൈവ് വന്നുകൊണ്ട് നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോ ഇട്ടില്ല, അതാണ് പറ്റിയത്. പിന്നെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തു വെച്ചായിരുന്നു. അപ്പം അത് സ്റ്റോറേജ് പ്രശ്നം കാരണം അതും പ്രശ്നമായി. കാരണം കഴിഞ്ഞ ദിവസം ഗ്ലിച്ചിൻ്റെ ആ ഒരു ഇത് വന്ന സമയത്ത് ഞാൻ ലൈവ് വന്നായിരുന്നു. അതാണ് ഞാൻ റിയൽ സെഞ്ച്വറി ഫസ്റ്റ് ചാനലിൽ കണ്ടിന്യൂ ലൈവ് ഇപ്പോൾ ആക്കിയത്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതീക്ഷിക്കാമായിരുന്നു പെട്ടെന്നൊരു മെയിൻ്റെനൻസ് അവർ ഇട്ടത്. അപ്പോൾ ഇനിയും ചിലപ്പം അതുപോലെയുള്ള മെയിൻ്റെനൻസ് വരാനുള്ള ചാൻസ് ഇപ്രാവശ്യം കൂടുതലാണ്. കാരണം ഗ്ലിച്ച് മാറ്റാനുള്ള അവർ ഓൾറെഡി അത് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെന്തായാലും അങ്ങനെയുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലൈവ് ഇടാം. വരാൻ പോണ പാക്കോ പിന്നെ പാച്ച് ഡൗൺലോഡാണ് ഗൈസ്, പാച്ചാണ്. കാരണം എന്താ പറയുക എത്രയോ 26 MB എനിക്കൊക്കെ എന്താ പറയുക 1.5 GB അങ്ങോട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്രയോ വന്നതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അവർ 1.5 GB എടുത്തിട്ട് എനിക്ക് തോന്നുന്നു എടാ അപ്പോൾ നല്ലൊരു ചാൻസ് ഇട്ട് അടിച്ചോ. എടാ ഒരു സ്റ്റണ്ണിങ് അടിക്കാൻ പറ്റിയ ഷോട്ടായിരുന്നു അത്. എന്തടി അടിച്ച് സൈഡിൽ കൂടെ അടിച്ചു വെച്ചാൽ വരെ നല്ലൊരു ഷോട്ട് അടിക്കായിരുന്നു. അത് ഓൾറെഡി പോയി ഗൈസ്. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി നമുക്ക് മെസ്സിനെ കൊണ്ട് അടിപ്പിക്കാം. കാരണം നല്ലൊരു ഷോട്ട് അടിക്കായിരുന്നു. ഓക്കെ ക്രോസ് ഇട്ടിട്ടുണ്ട്, ചെറിയൊരു ക്രോസ് ഇച്ചിരിയുടെ വലുപ്പത്തിൽ അടിക്കായിരുന്നു ഗൈസ്. നീ ചെക്ക് അല്ല ഖഫു ടോറസ് അവിടെ ആരും ഇല്ലടാ, അവിടേക്ക് കയറിക്കോടെ. ഓക്കെ ടോറസ് ഗൈസ്. അപ്പം ഞാനും ടോറസ് എടുത്തില്ല, നിങ്ങളാരും എടുത്തവരുടെ കമൻറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞ ഗൈസ് ആ ഒരു ടോറസ് അങ്ങ് എടുത്താൽ മതിയായിരുന്നു സത്യത്തിൽ. കാരണം ഈ ടോറസിന് എടുക്കാണ്ട് ഒരു സേവ് ചെയ്തിട്ട് റൊണാൾഡോ വന്ന സമയത്ത് 2200 കോയിൻ കൊടുത്തു, അതിലൊന്നും കിട്ടിയില്ല. ആ 2200 കോയിനും പോയി. എടുത്ത ടോറസ് പാക്ക് എടുത്താലും മതിയായിരുന്നു നമുക്ക് ശരിക്കും. അത് രണ്ടും കിട്ടിയില്ല, ഇപ്പോൾ കയ്യിലുള്ളതും പോയി ഗൈസ്. എടാ നല്ലൊരു ക്രോസ് അങ്ങനെ അടിച്ചാൽ മതിയായിരുന്നു ഗൈസ്. മച്ചാനോട് ഓൾറെഡി എന്താ വെച്ചാൽ നമ്മുടെ ഫോണിൽ മെസ്സേജ് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വൈബ്രേഷൻ ആയിട്ടായിരിക്കും വീഡിയോയിൽ വരിക. അത് ഞാൻ ഓൾറെഡി മൈക്ക് കഴിഞ്ഞ ദിവസം എടുത്തപ്പോൾ ഫുള്ള് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് വോയിസ് ഒന്നും കിട്ടിയില്ല, ഔട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓൺ വോയിസ് തന്നെ ആക്കാമെന്ന് വെച്ചാൽ. കാരണം മൈക്കിൽ എന്തോ ഒരു പ്രശ്നം വന്നിട്ട് അത് ഞാൻ എടുത്തൊന്നും വന്നില്ല. അതാണ് കഴിഞ്ഞ ദിവസം ടൈം എടുക്കുന്നത്, അതാണ് പ്രശ്നമായിപ്പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ ഓൺ വോയിസ് തന്നെ ആക്കി. അപ്പോൾ ഗൈസ് നിങ്ങളുടെ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. ബെല്ലറ്റി ഗൈസ് അപ്പോൾ എന്തായാലും ഓണം വെക്കേഷൻ നമുക്ക് പൊളിക്കാം. എടാ ഓക്കെ ആഡംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ബെല്ലിറ്റി കിട്ടിയില്ലടാ, നല്ലൊരു ചാൻസ് ആയിരുന്നു. മറ്റവരുടെ സെപ്റ്റംബർ 10-നാണ് ഇവർ കൺഫേം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇസ്കോനെ കിട്ടുന്ന ഡേറ്റ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എന്തായാലും മാക്സിമം എല്ലാവരും ഡിവിഷനൊക്കെ അടിക്കാൻ നോക്കുക. കാരണം ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി ഇപ്രാവശ്യം നല്ല രീതിക്കുള്ള റിസ്ക് ഉണ്ട് ഈ ഡിവിഷൻ അടിക്കാൻ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇത്രയും പ്രശ്നമില്ലായിരുന്നു, സ്ക്രിപ്റ്റിങ് മാത്രം നോക്കിയാൽ മതി. ഇപ്രാവശ്യം ഈ ഒരു ഡിഫൻസിൻ്റെ പിന്നെ കഴിഞ്ഞ് അത് സെറ്റ് ആവട്ടെ. കാരണം കുറേ കളി കളിക്കുമ്പോൾ അത് റെഡിയാവും. എന്താ വെച്ചാൽ അവിടെ അടുത്തൊരു ഷോട്ട്. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങളുടെ സ്ക്വാഡൊക്കെ ഒന്ന് ഫുള്ള് റീബിൽഡ് ചെയ്ത് നോക്കുക, ചിലപ്പോൾ അങ്ങനെ റെഡിയാവാം. പിന്നെ സ്മാർട്ട് അസിസ്റ്റ് ഓൺ ചെയ്യുന്ന യൂസേഴ്സിന് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊനാമി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒന്നാമത് കേസ് സ്മാർട്ട് അസിസ്റ്റ് നമ്മളാരും അങ്ങനെ വലിയ രീതിക്ക് യൂസ് ചെയ്യാത്തതുകൊണ്ട് കൊനാമി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇച്ചിരിയുടെ ഒരിത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്മാർട്ട് അസിസ്റ്റ് ആരെങ്കിലും നിങ്ങൾ ഓൺ ചെയ്യുന്നവർ കളിക്കുന്നവരുടെ കമൻറ്റ് ചെയ്യാം. അവിടെ ഒരു നല്ല ചാൻസ്. എടാ കഫു അവിടെ അടിച്ചു വിടണേ ജെറാഡ്. കിട്ടി നല്ലൊരു ചാൻസ് ഉണ്ട്. ജെറാഡ് ഒരു ത്രൂ പാസ് കൊടുക്കണേ. ഡെനിസ്ലോ ഓക്കെ ഇറങ്ങി വാ. എടാ ഇത് ഗൈസ് കിടക്കുന്നു ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് ആയിരുന്നു, അതാണ് സൈഡിൽ കൂടെ പോയി ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ നമ്മൾ
മറ്റേ ആ സ്റ്റേഡിയത്തിൻ്റെ മേളിൽ കാണുന്ന ഇതുണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് PC പോലെ. പിന്നെ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂഷൻ ആ എഡിറ്റ് വന്നില്ല, അതിനിപ്പോൾ ഈ ഇടയ്ക്കെങ്ങാനും വരുമോ നമുക്ക് നോക്കാം. പിന്നെ ഈ മാസമായിരിക്കും ടോറസിൻ്റെ ഒരു 500 കോയിൻ പാക്ക് വരിക. ടോറസ് അല്ല, ടോറസ് വന്ന പോലെ. അപ്പോൾ ആരെന്നറിയില്ല, നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പോണൻറ്റ്. അപ്പോൾ എന്തായാലും ഗൈസ് രണ്ടുപേരും ജയിച്ചില്ല, 1-1. എനിക്കൊന്ന് ഷോട്ട് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഈ ജേഴ്സി അങ്ങനെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമുക്ക് അവർക്ക് 5 ഷോട്ട്, നമുക്ക് 3 ഷോട്ട് വേണം. അപ്പോൾ എന്തായാലും ഗൈസ് അവരുടെ നോക്കുകയാണെങ്കിൽ ടോറസ് തന്നെയാണ്, പിന്നെ ഗാഡിയോളയാണ് ഏറ്റവും 5.5 കേട്ടോ. ട്രോഫിയാണ് ലാസ്റ്റ്. പിന്നെ നമ്മുടെ ഇപ്പോൾ നോക്കാം, നമുക്ക് മെസ്സി ഉണ്ട്. പിന്നെ നമ്മുടെ നോക്കുകയാണെങ്കിൽ ഒലിവർ കാനാണ് ഗൈസ്. പിന്നെ ബെക്കമയുടെ ഡിഫൻസ് തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ മാച്ച് ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് ലൈവിലായിട്ടും കാണുന്നവരേക്കും ബൈ ഗൈസ്.